എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണെന്ന് നോക്കാം. Knight of Swords, Ten of Cups, Nine of Swords, Eight of Swords, Seven of Wands, Nine of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ആദ്യം തന്നെ നൈറ്റ് ഓഫ് സോഡ്സ് ആൻഡ് സെവൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഒത്തിരി സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ മനോബലം എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ട് എത്രത്തോളം വിശ്വാസം അല്ലെങ്കിൽ ആത്മവിശ്വാസമുണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു മാസം മുന്നോട്ടേക്ക് പോകുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങളെടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മുന്നോട്ടേക്കുള്ള സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള തീരുമാനങ്ങളായിരിക്കാം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. മാസം 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി, ഈ മാസം മലയാള മാസം 1-ാം തീയതി വരുന്ന ദിവസം നോക്കിയിട്ട് ഗണപതി ക്ഷേത്രം സന്ദർശിക്കുക. ഗണപതി ഭഗവാനെ തൊഴുത് ഗണപതി ക്ഷേത്രം സന്ദർശിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വഴിപാട് കഴിക്കാം, അല്ലെങ്കിൽ നാളികേരം ഉടയ്ക്കുക. മാസം തുടങ്ങുക, മലയാള മാസം തുടങ്ങുന്ന സമയത്ത്. അതിനുശേഷം ശിവക്ഷേത്രം സന്ദർശിക്കുകയും മഹാദേവൻ ശിവന് ധാര കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ആയില്യം നാളിൻ്റെ അന്ന് അതുപോലെ നാഗദേവങ്ങൾക്ക് വേണ്ടിയിട്ട് നൂറും പാലും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരിക്കും. പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു മാസമായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു മാസമായിരിക്കും. ചലഞ്ചസ് ഉണ്ടാകാം എന്ന് വെച്ചിട്ട് മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജി അല്ല. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടിരിക്കുന്നു, നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നു അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കൊരു വിഷനോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവാം. എന്തെങ്കിലും ലോ വൈബോ നെഗറ്റീവ് എനർജീസോ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ആളുകളായിക്കൊള്ളട്ടെ, ആയിക്കൊള്ളട്ടെ, അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ഒരു കാര്യം, നിങ്ങളുടെ എനർജിയിലും ഒരു ന്യൂട്രൽ എനർജിയാണ്, വലിയ നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ള രീതിയിലല്ല. പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ പലരും നിങ്ങളെ ചിലപ്പോൾ ഒരു ലോ വൈബ് നെഗറ്റീവ് എനർജിയിലേക്ക് തള്ളിവിട്ടേക്കാം. അപ്പോൾ പല സാഹചര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ചിലപ്പോൾ തടസ്സങ്ങളോ ചലഞ്ചസോ വരികയാണെങ്കിൽ അത് സംസാരിക്കുന്നത് എപ്പോഴും നെഗറ്റീവായിരിക്കുന്ന, എന്തിനും കുറ്റം കണ്ടെത്തുന്ന ആളുകളായിട്ട് സംസാരിക്കാതിരിക്കുക, അതിനി ആരായാലും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് പോസിറ്റീവ് വൈബുള്ള ആളുകളായിട്ട്, എന്തിനും ഒരു കുറ്റം ആയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എന്താണ്, എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, എന്താണ് അതിനുള്ള സൊല്യൂഷൻ, പരിഹാരം പറഞ്ഞു തരാൻ കഴിവുള്ള ആളുടെ അടുത്ത് സംസാരിക്കാം. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നെഗറ്റീവായിട്ട് സംസാരിക്കാത്ത ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ നെഗറ്റീവ് എനർജി, നിങ്ങൾ ഉള്ള ന്യൂട്രൽ എനർജി ഒന്ന് നെഗറ്റിവിറ്റിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേക്ക് ഷുവർ നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും, കാരണം അത് നിങ്ങൾ ഒരു ചലഞ്ച് വരുമ്പോൾ അത് ആ നെഗറ്റിവിറ്റിയിലേക്ക് പോകാം. അപ്പോൾ മറ്റുള്ളവർ അതിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സാഹചര്യങ്ങൾ ഇനി കുറച്ച് നിങ്ങൾക്ക് സംഘർഷഭരിതമായിട്ട് തോന്നിയാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടുന്ന രീതിയിൽ സ്വയം പോസിറ്റിവിറ്റിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ന്യൂട്രലിൽ എന്നുള്ള ആ ഒരു എനർജിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാം. അല്ലാത്ത പക്ഷം നിങ്ങൾ സ്വയം നെഗറ്റിവിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് പൊതുവെ ഡള്ളായിട്ട്, നെഗറ്റീവായിട്ട്, സംഘർഷം, തടസ്സങ്ങൾ ഇതൊക്കെയായിരിക്കും ഫീൽ ചെയ്യാം. ചെറിയ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ, ചെറിയ ചലഞ്ചസൊക്കെ വരുമ്പോൾ, അതേസമയം നിങ്ങൾ ഇതിനെ അതിജീവിക്കാൻ പറ്റും, എന്താണ് സൊല്യൂഷൻ എന്നാലോചിച്ച് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ടേക്ക് പോവുകയാണ്, പോസിറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ പൊതുവേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാം. തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ കൈകളിലാണ്, നിങ്ങൾ അതിനെ ഇങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനനുസരിച്ചിട്ട്. ഓക്കെ. അതേപോലെ തന്നെ 10 of Cups and 8 of Swords എനർജിയാണ്. കുടുംബാന്തരീക്ഷം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബാന്തരീക്ഷം ആണ്. നിങ്ങൾ കുടുംബത്തിൽ എന്തോ ഒരു സ്റ്റക്കായിട്ടുള്ള ഫീലിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് നിങ്ങൾ ചിലപ്പം
ഞാനൊരു തുറന്ന പുസ്തകമാണെന്നൊക്കെ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും തുറന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ കാര്യങ്ങൾ എല്ലാവരോടും തുറന്ന് ഡിസ്കസ് ചെയ്യണ അത്ര നല്ല കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫാമിലിയിൽ തന്നെ പറഞ്ഞ് സംസാരിച്ച് തീർക്കുക, മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവരിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അതിനെ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് അച്ഛനമ്മമാരോട് ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ശ്രദ്ധിക്കുക. അത് അച്ഛനമ്മമാരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് വഷളായി പോവുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക. പേഴ്സണൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പറഞ്ഞ് തീർക്കുക. പുറത്ത് മൂന്നാമതൊരാളിലേക്ക് പോകുമ്പോൾ അവരുടെ ചിന്താഗതി ആയിരിക്കും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളൊരു സ്റ്റക്ക് ഫീലിങ്ങിലായിരിക്കും നിൽക്കുക. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പലപ്പോഴും നമ്മളുടെ ലൈഫിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ അളക്കും. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ ചിലപ്പോൾ പിണങ്ങി അല്ലെങ്കിൽ നല്ലൊരു ബന്ധമായിരിക്കില്ല അവരിൽ. ഒരു കാലഘട്ടത്തിലൊക്കെ ഡിവോഴ്സ് അത്ര കോമൺ അല്ലാതിരുന്ന ഒരു സമയമായതുകൊണ്ട് ഇപ്പോഴും അല്ല പലയിടത്തും. അപ്പോൾ അത് കോമൺ ഒട്ടും തന്നെ ഡിവോഴ്സും കാര്യങ്ങളും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഒത്തുപോകുന്നില്ല എങ്കിൽ കൂടിയും ഒരുമിച്ച് തന്നെയായിരിക്കും താമസിക്കുക. പക്ഷെ കുട്ടികൾ അത് പല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധത്തിൽ നിന്നിട്ട് വരുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് ആ രീതിയിലായിരിക്കും നിങ്ങളുടെ സ്പൗസിനെ കാണുന്നത് ഒരു പക്ഷേ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മാറാൻ നിങ്ങൾ ന്യൂട്രലായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ലത് കണ്ട് സംസാരിക്കുക. കുടുംബ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾ അനുഭവിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ സഹോദരങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സിലെ ആളുകളോ ഒക്കെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾ കണ്ടു വളർന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തിയുമായിട്ടുള്ള ജീവിതം. അപ്പോൾ ആ രീതിയിൽ അതൊരു വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ്, പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ട് ഫ്രഷ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവോടുകൂടി നിൽക്കുകയാണെങ്കിൽ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളൊരു ഹാപ്പി ഫാമിലി തന്നെയാണ്. പക്ഷെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് വെച്ചിട്ട് നിങ്ങൾ കണ്ണ് കെട്ടി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നീങ്ങാതിരിക്കുക. ഓക്കെ. അതേപോലെ 10 of Cups and 9 of Wands എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പല സാഹചര്യങ്ങളിലും നിങ്ങളെ പല ആളുകളും വിരൽ ചൂണ്ടി അതായത് നിങ്ങളാണ് പലതിനും കാരണം എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തലുകൾ ചില ആളുകളിൽ നിന്ന് കേൾക്കേണ്ടി വന്നേക്കാം ഈ ഒരു സമയം. പക്ഷെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾ തെറ്റുകാരിയാവുന്നില്ല. കുറ്റപ്പെടുത്തലിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അത്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. കാരണം അത് അവരുടെ കാഴ്ചപ്പാട് മാത്രമാണ്. അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന് അവർക്ക് പശ്ചാത്താപം ഉണ്ടാകും. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ കുറ്റം ചാരുന്നതുമാവാം. അപ്പോൾ എന്തു തന്നെയായാലും ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയോ ഉണ്ടോ എന്നുള്ളത് ചൂഴ്ന്നു നോക്കാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം സംസാരിക്കുക. തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ മാപ്പ് പറയുക, അതവിടെ ഒഴിവാക്കുക. അതല്ല എങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാക്കാത്തവരാണെങ്കിൽ കൂടുതൽ സംസാരിക്കാതിരിക്കാനും പോകാതിരിക്കാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അതേപോലെ 9 of Swords and 7 of Wands എനർജിയാണ്. കാരണം ഇവിടെ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലെടുത്തിട്ട് അത് ആലോചിച്ച് സമയം കളയുന്ന സാഹചര്യം, പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടും അതിനനുസരിച്ച് നിങ്ങൾക്ക് വിലയിടാതിരിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാടുണ്ടാകാം. ചില ആളുകൾ അവരുടെ കുറ്റം മറയ്ക്കാൻ മറ്റുള്ളവരിൽ കുറ്റം ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് തൃപ്തി ഉണ്ടാക്കാനായിട്ട് പറ്റും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് ഡിസ്ട്രാക്ഷനിലൊന്നും പെട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുറച്ച് ഒറ്റപ്പെടൽ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ആ ഒരു ഒറ്റപ്പെടുത്തുക. അതായത് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രായമായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, പുസ്തകങ്ങൾ വായിക്കുക, എന്തെങ്കിലും ഹോബീസ്, നടക്കാൻ പോവുക, അല്ലെങ്കിൽ പുണ്യ ആരാധനാലയങ്ങൾ സന്ദർശിക്കുക, അതുപോലുള്ള എന്താണ് നിങ്ങൾക്കിഷ്ടം
അതിൽ നിങ്ങൾ നിർബന്ധിതമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നെഗറ്റീവ് ഫീലിംഗ് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.